മാഷേ, നിങ്ങൾ വാങ്ങി വെച്ച എന്റെ ഫോൺ തന്നിട്ടില്ലെങ്കിൽ തേങ്ങ മാങ്ങാനുള്ള വർത്താനല്ല ഇപ്പൊ പറയാൻ പോണത്. നിങ്ങൾക്ക് പണിയാണ് തരും. നിങ്ങൾ ഇവിടുന്ന് പുറത്താണ് ഇറങ്ങിയ കൊന്നിടും. കൊന്നിടുന്ന് പറഞ്ഞ കൊന്നിട്ട് തള്ളു. എന്റെ ഫോണാണ് തന്നോളി. മര്യാദക്ക് ആ ഫോണാണ് തരാൻ നിങ്ങൾക്ക് നല്ലേ. നീ എന്താ ക്ലാസ്സിൽ മാഷോട് പറഞ്ഞ? മാഷോട് എന്ത് പറഞ്ഞല്ലേ എനിക്ക് അറിയേണ്ടത്. എന്റെ ഫോൺ നിങ്ങൾ വാങ്ങിച്ചോ, ആ ഫോണോട് തരാനായി പറഞ്ഞത്. എന്താ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ ഫോൺ നിങ്ങൾ ഇവിടെ വാങ്ങിക്കുന്ന അത് തന്നിട്ടില്ലെങ്കിൽ പുറത്തിറങ്ങിയ വിവരം പറഞ്ഞത്. എന്റെ ഫോൺ ഞാൻ വാങ്ങിയ ഫോൺ, ആ ഫോൺ നിങ്ങൾ എടുത്താൽ പറ്റുമോ? എന്താ ചെയ്യാന്നെ? കൊന്നിടുന്ന ഞാൻ പറഞ്ഞത്. പിന്നെ മലയാളത്തിലല്ലേ കൊന്നിടുന്ന്. എന്നാ പുറത്തേക്ക് ഇറങ്ങണ്ട, ഇവിടുന്ന് കൊല്ല്. അത്ര ധൈര്യമില്ലാതെ നീ കൊല്ലുന്നേ, കൊല്ല്. നീ ഇങ്ങനെ വിറപ്പിച്ച പറയുന്ന കുറെ ആളുകൾ ഉണ്ടാവും. ആ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി. നീ കണ്ട മാസ്റ്ററല്ല ഞാന്. നിന്നെ പോലത്തെ രണ്ടാളിന്റെ വീട്ടിലുണ്ട്. അവരെ താലോലിച്ചിട്ടും സ്നേഹിച്ചിട്ടും അടിച്ചിട്ടും കൊഞ്ചിച്ചും ഒക്കെ വളർത്തിട്ടാണ് ഞാൻ. ഒരു മോനെ എങ്ങനെ വളർത്തുന്ന നന്നായിട്ട് അറിയാം. ഞാൻ ഇവിടുത്തെ അധ്യാപകനാണെങ്കിലേ ഇവിടുത്തെ റൂൾസ് ഉണ്ട്. അതാണ് നിനക്കും ബാധകമാണ്, മറ്റുള്ള കുട്ടികൾക്കും ബാധകമാണ്. നിനക്കായിട്ട് രണ്ട് കൊമ്പൊന്നുമില്ലല്ലോ. ഈ മൊബൈൽ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് റൂമിലേക്ക് മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ആ നിയമം പാലിച്ചേ പറ്റുള്ളൂ. ധൈര്യം ഇങ്ങനെ കൊള്ളണം. ഈ പണി കടന്നിട്ടേ വല്ല തുമ്പ പണിക്കും പോവും ഞാൻ. മനസ്സിലായിക്കോ? നിനക്കൊരു ആക്കുണ്ട്. എന്നെ പോലത്തെ കുറെ ആളുകളുണ്ട്. ഞങ്ങൾക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്ത് കോപ്പി ചെയ്താലും നിയമം ഞങ്ങളുടെ കൂടെയാണെന്നുള്ളത്. അതങ്ങ് പള്ളി എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വേറൊരാളെ എത്തിച്ചാൽ മതി. എന്റെ അടുത്ത് വരരുത് കേട്ടാ. ആദ്യമൊക്കെ മനസ്സിലായിക്കോ. ഇനി ടി വിക്കകത്ത് വരുമ്പോഴേ നിന്റെ മുഖം കണ്ടല്ലോ, അതൊക്കെ സെൻസർ ചെയ്ത് വരും. എന്റെ മുഖം നല്ല അടിപൊളി ക്ലോസ് ആയിട്ട് എടുത്തിട്ട് മാധ്യമങ്ങൾ എന്താ പറയാ അറിയോ? അധ്യാപകൻ വിദ്യാർത്ഥി പീഡിപ്പിച്ചു എന്ന് പറയും. എന്നിട്ട് നിങ്ങളൊക്കെ തല നിവർത്തി നടക്കും, ഞങ്ങൾ തല മുമ്പിട്ട് വെക്കും. അങ്ങനെ കുറെ അധ്യാപകരും രക്ഷിതാക്കന്മാരൊക്കെ നിങ്ങളെ പോലത്തെ കുറെ ആളുകൾ പറ്റിച്ചിട്ടുണ്ട്. നിയമം സർക്കാർ കൊണ്ടുവന്നത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അത് നിങ്ങൾ മിസ്യൂസ് ചെയ്യാണ്. എന്നാലേ ഞാൻ അങ്ങനത്തെ ആളല്ല. ഞാനിവിടെ നീ എന്നെ കൊല്ലും കാണുന്നല്ലോ, നിന്നെ പാഠം പഠിപ്പിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. എന്നിട്ട് ഈ പണി കളഞ്ഞിട്ട് ജയിലിൽ പോയി കിടക്കും ഞാൻ അന്തസ്സായിട്ട്. അങ്ങനെ ജയിലിൽ കിടന്നിട്ട് കിട്ടിയ സ്വാതന്ത്ര്യമാണ് ഇവിടെ. അല്ലാതെ ഇപ്പത്തെ പല ആളുകളും ചെയ്യുന്ന പോലെ കള്ളു പിടിച്ചിട്ടും തല്ലുണ്ടാക്കിയിട്ടും അതുപോലെ പെണ്ണ് പിടിച്ചിട്ടും ജയിലിൽ പോയി കിടക്കുന്നവരല്ല. ഇതിനു വേണ്ടി നിന്നെ നന്നാക്കിയിട്ട് ഇവിടുന്ന് ജയിലിൽ പോയി കിടക്കുകയാണെങ്കിലേ അത് അഭിമാനത്തോടെ കൂടി സ്വീകരിക്കും ഞാൻ. എനിക്ക് ഈ പണി പോയാൽ ഞാൻ അവിടെ തൂമ്പ പണിക്ക് പോകും കേട്ടോ. എനിക്കടാ എന്താ നിങ്ങളെ കൊല്ലണോ? കൊല്ലണോ? ഫോൺ വേണോ? ഫോൺ വേണ്ടേ? വെള്ളം വേണോ നിനക്ക്? നീ വെള്ളം വേണോ? കുറച്ച് വെള്ളം കൂടി. വെള്ളം കുടിച്ച്. നിനക്കൊക്കെ ഒരു ധാരണ ഉണ്ട്. രണ്ടെണ്ണം അകത്ത് എന്നാലേ എല്ലാരും നെറ്റിച്ച് നിർത്തും. ഇപ്പൊ പല സിനിമക്കകത്തും ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, ആ സിനിമക്കകത്തൊക്കെ ഇതൊക്കെ കണ്ട് വലിയ വില്ലന്മാരാക്കി നിങ്ങളൊക്കെ വലിയ കൊമ്പത്ത ആളുകളാണ് എന്ന് എല്ലാരും നെറ്റിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്നാ അതൊന്നുമല്ല. എനിക്ക് കൈ വീശി എന്റെ മുഖത്ത് 2 കൊടുത്ത 4 പല്ല് തെറിപ്പിക്കാനുള്ള ചങ്കൂറ്റം, അതുപോലെ തന്നെ കയ്യിന് ആരോഗ്യമുണ്ട്. ഇത്ര ചെയ്യേണ്ട പണിയുള്ളൂ. നിങ്ങളൊക്കെ അവിടെ നിൽക്കും. നിന്നെ ഇവിടെ പഠനമായിട്ട് എന്തിനറിയോ? പഠിക്കാനാണ് അല്ലേ? ഈ പഠിപ്പിച്ചിട്ട് നിന്റെ രക്ഷിതാക്കന്മാർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇത്ര 10-18 വയസ്സാക്കില്ല തന്നെ. ഈ 18 വയസ്സാക്കാൻ ഒരുപാട് സാമ്പത്തികവും ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് രക്ഷിതാക്കന്മാർ നിന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്ത് സുലഭമായി കിട്ടുന്ന സാധനമാണ് മയക്കുമരുന്ന്. അത് സ്ത്രീകളെയും കുട്ടികളെയും അടുത്ത തലമുറയെ വരെ നശിപ്പിക്കുന്ന വലിയൊരു വിപത്താണ് മയക്കുമരുന്ന്. അതുകൊണ്ട് നാളത്തെ വാഗ്ദാനമാണ് നീയൊക്കെ പഠിച്ചു വളർന്നു വന്നാൽ അടുത്ത ഈ സീറ്റിൽ ഇരിക്കുന്ന ആള് നീയാണ്. അതുകൊണ്ട് നീ ഇത് ഉപേക്ഷിക്കണം. ഉപേക്ഷിക്കുക മാത്രമല്ല, നിനക്ക് തരുന്ന ആളുകളെയും നിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നീ ഇങ്ങനെ ആയതിൽ നിന്റെ രക്ഷിതാവും കൂടി ഉത്തരവാദിയാണ്. പല ചാനലിലും നിന്റെ ഫാദർ ചിലപ്പോ വലത് നിരീക്ഷകനായിരിക്കും, അല്ലെങ്കിൽ ഇടത് നിരീക്ഷകനായിരിക്കും. പല പേരിലും ചാനലിനകത്ത് വരാറുണ്ട്.
ഇന്നത്തെ വിഷയം ഉണ്ടല്ലോ, ഈ വിഷയം നിന്റെ രക്ഷിതാവ് ചാനലിൽ ഇരുന്ന് എന്തായിരിക്കും ചർച്ച ചെയ്യാൻ? എന്റെ മോൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല, എന്റെ മകൻ വീഡിയോ വലിച്ചിട്ടുള്ളൂ, സിഗരറ്റ് വലിച്ചിട്ടുള്ളൂ എന്ന് പറയോ? പണത്തിന് വേണ്ടി ചാനൽ ചർച്ചകളിലെ കൂലിത്തൊഴിലാളികളായപ്പോൾ നിന്റെ അച്ഛനെ പോലെ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് കൂടിയും ഇതൊരു പാഠമാണ്. അതുകൊണ്ട് എന്റെ മോനോട് എനിക്ക് പറയാനുള്ളത്, നീ പഠിച്ച് നല്ല കുട്ടിയായി ഈ സ്കൂളിൽ ഏറ്റവും മിടുക്കനായി, എനിക്കറിയാം നീയേക്കാൾ നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാണ്, എല്ലാത്തിനും A+ വാങ്ങിയിരുന്ന മോനാണ് നീ. ഇപ്പൊ എന്താണ് സ്ഥിതി എനിക്കറിയാലോ, എന്നെ കൊടുക്കുന്നതാണ്. ഇതുപോലെ ആയിരക്കണക്കിന് കുട്ടികളെയാണ് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നീ ചെയ്യേണ്ടത് ഈ ദിവസം മദ്യപാനവും മയക്കുമരുന്നും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അടുത്ത തലമുറയ്ക്ക്, അതുപോലെ തന്നെ നിന്റെ കൂടെയുള്ള ആളുകളെല്ലാം ഇതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിന് മാതൃകയായ ഒരു വിദ്യാർത്ഥിയായി നീ എനിക്ക് ഉപ്പാക്കി തരണം. തരില്ല മോനെ? നല്ല കുട്ടിയായിട്ട്, നാടിന്റെ ഭാവി തലമുറയായിട്ട് എല്ലാവർക്കും നീ നിന്നെ കണ്ടുപഠിക്കണം എന്നൊരു രൂപത്തിലേക്ക് മാറാൻ നിനക്ക് സാധിക്കും. അതിനെല്ലാം കഴിവുണ്ട് എൻ്റെ മോന്, അതിലേക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യട്ടോ മോനെ. ഇങ്ങനായിരിക്കും കുട്ടികൾ നന്നായി വരണം കേട്ടോ. ഓക്കെ, ഇതാണ് മാഷ് പറഞ്ഞത് കേട്ടോ. ഓക്കെ മാഷേ, ഞാൻ ഈ കത്തി എപ്പോഴും കൊണ്ടെടുക്കുന്ന കത്തിയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അപ്പോൾ ആളെ തീർക്കാൻ വേണ്ടിയിട്ട് ഈ കത്തി ഉണ്ടായപ്പോഴാണ് ഞാൻ നിങ്ങളെ ശരിയാക്കുന്നു പറഞ്ഞത്. അപ്പോൾ ആ കത്തി എനിക്ക് വേണ്ട, മോശം കയ്യിൽ വെച്ചോളൂ, എനിക്കത് വേണ്ട. മതിടാ, എനിക്ക് എന്റെ കുട്ടി നന്നാക്കി കിട്ടിയല്ലോ, ഇത് മതി എനിക്ക്. നീ മോനെ മൊബൈൽ കൊടുത്തിട്ട് മൊബൈൽ വേണ്ട മാഷേ, മൊബൈൽ വേണ്ട. മൊബൈൽ ഞാൻ മദറിനെ പറഞ്ഞൂടാ, മദറിന്റെ കൈ കൊടുത്താൽ എനിക്ക് മൊബൈല് ഇനി ഉപയോഗിക്കണ്ട.